ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ സർപ്പക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാവാർഷികം 2026 ഫെബ്രുവരി 2 തിങ്കളാഴ്ച പാമ്പുമേക്കാട്ടുമന ബ്രഹ്മശ്രീ ശങ്കരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ. എൻഫോഴ്സ്മെന്റ് ചുമതലയുള്ള ട്രാഫിക് എസ്ഐ ഇല്ലാത്തതിനാൽ മൂവാറ്റുപുഴയിൽ പെറ്റിയടിക്കാനാകാതെ പോലീസ്. മുൻപുണ്ടായിരുന്ന ട്രാഫിക് എസ്ഐ KP സിദ്ദിഖിനെ റോഡ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വിവാദത്തെ തുടർന്ന് സ്ഥലം മാറ്റിയെങ്കിലും പകരം നിയമനം നടത്താൻ അധികൃതർ തയ്യാറായിട്ടില്ല. എൻഫോഴ്സ്മെന്റ് ചുമതലയുള്ള ട്രാഫിക് എസ്ഐയുടെ അഭാവം മൂലം മൂവാറ്റുപുഴയിൽ ട്രാഫിക് നിയമലംഘനങ്ങൾ തടയാനോ പിഴ ഈടാക്കാനോ സാധിക്കാതെ പോലീസ്. സ്വതന്ത്ര ചുമതലയുള്ള ട്രാഫിക് എസ്ഐയുടെ തസ്തിക 6 മാസമായി ഒഴിഞ്ഞുകിടക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. മുൻപുണ്ടായിരുന്ന ട്രാഫിക് എസ്ഐ KP സിദ്ദിഖിനെ റോഡ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വിവാദത്തെ തുടർന്ന് സ്ഥലം മാറ്റിയെങ്കിലും പകരം നിയമനം നടത്താൻ അധികൃതർ തയ്യാറായിട്ടില്ല. ട്രാഫിക് നിയമലംഘനത്തിന് പ്രതിദിനം ശരാശരി 15 കേസുകൾ വരെ രജിസ്റ്റർ ചെയ്യുകയും 25,000 രൂപയോളം പിഴയായി ഈടാക്കുകയും ചെയ്തിരുന്ന മൂവാറ്റുപുഴയിൽ ഇപ്പോൾ നടപടികളൊന്നും നടക്കുന്നില്ല. ഇതുമൂലം കഴിഞ്ഞ 6 മാസത്തിനിടെ സർക്കാരിന് 250 കോടിയോളം രൂപയുടെ വരുമാന നഷ്ടം ഉണ്ടായതായാണ് കണക്കാക്കുന്നത്. നഗരത്തിലെ ഗതാഗത കുരുക്കും നിയമലംഘനങ്ങളും വർദ്ധിച്ചിട്ടും ഉത്തരവാദിത്വപ്പെട്ട ഉദ്യോഗസ്ഥനെ നിയമിക്കാത്തതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന ജനമൈത്രി യോഗത്തിൽ ട്രാഫിക് ഉദ്യോഗസ്ഥർ നേരിടുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിച്ചിരുന്നു. നഗരത്തിൽ കൈവരികളും നടപ്പാതകളും നിർമ്മിച്ചതോടെ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ കച്ചേരിത്താഴം വരെ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാതായി. വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിൽ വാഹനങ്ങൾ നിർത്തിയിട്ട് സാധനങ്ങൾ വാങ്ങാൻ പോകുന്നവരെ പിടികൂടാൻ കഴിയില്ലെന്ന് ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു. നഗരത്തിൽ പോലീസ് ഇടപെടൽ കുറഞ്ഞതോടെ കനത്ത ഗതാഗത കുരുക്കിനും അപകടങ്ങൾക്കും ഇടയാക്കുന്നുണ്ട്. വാഹനയാത്രക്കാർ നിയമം പാലിക്കാത്തതും സ്ഥിതി വഷളാക്കുന്നുണ്ട്. TB ജംഗ്ഷനിൽ ബസ് കുറുകെയിട്ട് ഡ്രൈവർ ഇറങ്ങി സ്കൂട്ടർ യാത്രക്കാരനെ ആക്രമിക്കുകയും പുതുവർഷം തുടങ്ങി ആദ്യ 3 ദിവസവും നഗരത്തിൽ കാൽനട യാത്രക്കാരൻ വാഹനാപകടത്തിൽ മരിക്കുകയും പോസ്റ്റ് ഓഫീസ് കവലയിലും നെഹ്റു പാർക്കിലും കീച്ചേരിപ്പടിയിലും നടന്ന അപകടങ്ങളിൽ നഗരത്തിലെ മെഡിക്കൽ ഷോപ്പ് ഉടമയ്ക്കും ലോട്ടറി വിൽപ്പനക്കാരനും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. നഗരത്തിലെ ഗതാഗത സംവിധാനം സുഗമമാക്കാൻ ഉടനടി ട്രാഫിക് എസ്ഐയെ നിയമിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health.